ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അതായത് ചിരക്ക വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിരക്ക കൊണ്ട് ഞാൻ ഇതിനു മുമ്പും സാധാരണ നമ്മൾ മലയാളികൾ വെക്കുന്ന ഒരു കറി, പയറിട്ട് വെക്കുന്ന ഒരു കറി ഞാൻ ഇതിനു മുമ്പ് ഇട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ. അതിന് ഞാൻ ചനാദാലുണ്ടല്ലോ, നമ്മുടെ കടലപ്പരിപ്പ്, വടയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അത് 2 സബോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തക്കാളി എല്ലാം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ചിരക്ക കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കടയിൽ നിന്നും ചിരക്ക വാങ്ങിച്ച് കൊണ്ടുവന്നത് നമ്മളിങ്ങനെ പീൽ ചെയ്യണം കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് പീൽ ചെയ്തെടുത്തു കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ ചിരക്ക വാങ്ങിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചിരക്ക എടുക്കാൻ നോക്കണം കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ചിരക്ക കുറച്ച് അധികം മൂക്കാത്തത് നോക്കി എടുക്കണം. അങ്ങനത്തെ ചിരക്ക നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം കടയിൽ പോയിട്ട്. അപ്പം ഞാൻ ചിരക്കയൊക്കെ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചിരക്ക നുറുക്കണ മാതിരി തന്നെയാണ് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഞാനിങ്ങനെ ചിരക്ക മുഴുവൻ ഇങ്ങനെ നുറുക്കി കൊണ്ടുവന്നു കേട്ടോ. നുറുക്കി നല്ലപോലെ കഴുകി കൊണ്ടുവന്നു. അതിന് ശേഷം ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് ജീരകമാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. ജീരകം നല്ലപോലെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ജീരകവും കടുകും നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ സബോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സബോളയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചതച്ച് വെച്ചതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി കേട്ടോ. സബോളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വീണ്ടും നമുക്ക് ഈ ഓയിലിൽ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് സാധാരണ നമ്മൾ പയറിട്ടൊക്കെയാണ് സാധാരണ വെക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ തേങ്ങ ഒന്നും അരക്കില്ല. നമ്മൾ പയറിട്ട് കഴിക്കുമ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ടല്ലേ വെക്കാറ്. അപ്പോൾ ഈ കറിയിൽ അങ്ങനെ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, സബോളയൊക്കെ നല്ലപോലെ ഒരുവിധം മൂക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ആ തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ എല്ലാം നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ആ സബോളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നല്ലപോലെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുവിധം വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് 2 സ്പൂണ് മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടിയാണ്. ചെറിയ 2 സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് അതും കൊടുത്തു. വീണ്ടും നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയും വെളുത്തുള്ളി, ഇഞ്ചിയും തക്കാളിയും എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ നമുക്ക് വഴറ്റി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചിരക്ക നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, നുറുക്കി നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കഴുകിയ ചിരക്കയും കൂടി ആ കഷ്ണം നല്ലപോലെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഈ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. മസാലയും സബോളയും ചിരക്ക കഷ്ണങ്ങളും എല്ലാം നല്ലപോലെ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കുക്കറിലാണെങ്കിലും വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ പാത്രത്തിലാണ് വേവിക്കുന്നത്. ഇതിപ്പോൾ കുക്കറിലാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പാത്രത്തിലാണ് വേവിച്ചത്. നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ.
പാത്രം കുറച്ച് ടൈറ്റായി. ഗിയ പെട്ടെന്ന് വേവും, അത് നമ്മൾ വെന്ത് വരുമ്പോൾ ശരിയായിക്കോളും. അതിനുശേഷം നമ്മൾ കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കടലപ്പരിപ്പ് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ആ കടലപ്പരിപ്പും കൂടിയും ചേർത്ത് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ ഈ കടലപ്പരിപ്പും ചിരക്കയും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതാ എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. ആ കഷ്ണത്തമ്മയും പരിപ്പുമ്മേൽക്ക് ആ മസാല പിടിക്കണമല്ലോ. അതിന് ശേഷം നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മളത് അടച്ച് വെച്ച് 2 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. കുറച്ചധികം വേവണം. കുറച്ച് നമ്മൾ പാത്രത്തിലല്ലേ വേവിക്കുന്നത്. കുക്കറിലാണെങ്കിൽ 2, 3, 4 സീറ്റ് ഏൽപ്പിച്ചാൽ മതി. ഇതിപ്പം നമ്മൾ പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അതുവരെ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിക്ക്. അതിനുശേഷം നമ്മൾ മാഗി മസാല ഉണ്ടല്ലോ, മാഗി വെജിറ്റബിൾസ് മസാല, അതിൻ്റെ ഒരു ടീസ്പൂണ് പൊട്ടും മാഗിയുടെ മസാലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. വെജിറ്റബിൾ മസാലയാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പില ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇതാ മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി അടച്ച് വെച്ചു കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റി കറിയാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല കറിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.